അനങ്ങിപ്പോ വീശിക്കളി ഞാൻ. ഒരു സോഡ. വടിവേലുവിനോട് അവന്റെ കളി. നീ ആര്? ജാക്കി ചാന്. മേലാണെങ്കിൽ പണിയെടുത്ത് പരിചയമില്ലാത്ത നീ എങ്ങനെയാടാ കരാട്ടെ പഠിച്ചത്? കരാട്ടെ? എടാ, എന്റെ പൈന്റ് ഉപ്പി ഈ ബാഗിനകത്തായിരുന്നു. കാശ് പോയാൽ ഞാൻ സഹിക്കും. പക്ഷെ 1-ാം തീയതി ആയിട്ട് ഈ പൈന്റ് ഉപ്പി എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ആ ശവത്തിനെ ഇന്ന് കൊന്നേനെ ഞാൻ. നിന്റെ കയ്യിലിരിക്കുന്ന ഈ ബാഗ് ഈ ഉള്ളം കയ്യിലേക്ക് വെച്ചില്ലെങ്കിൽ നിന്റെ ശരീരത്തിലെ ഓരോ കശേരികളും ഇവന്മാര് തല്ലി ഓടിക്കും. ഒന്നിച്ചിറങ്ങിയതായിരുന്നല്ലേ കോയമ്പത്തൂർ സെൻട്രൽ ജയിൽ വെച്ച് ഇവന്മാരുടെ നടുപിടിച്ച് പിരുത്തല്ലേ? മനസ്സിലായില്ല? എല്ലാവരും വടിയും കുത്തിപ്പിടിച്ച് നിൽക്കുന്നു. തമാറ്റിക്കല്ലേ? എന്റെ പേര് നിനക്കറിയോ? എനിക്കറിയില്ല. വല്ല വലിയ പേരായി. ഞാൻ വടിവേലു. ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ഒറ്റയടിക്ക് കൊന്ന് തള്ളാൻ പറ്റും. പക്ഷെ ഉയിര് പോയാലും ഞാൻ വിചാരിക്കില്ലടാ. കുട്ടാ, ഇനി എന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. അരുമയാർന്ന ജയിലു മക്കളെ, സിലമ്പാട്ടം ആരംഭിക്കണം. സന്ദേഹം വേണ്ട, ഞാൻ ഇങ്ങ ഇരിക്കും. ടൈം എടുത്ത് പണ്ണുങ്കോ. പണം തൂക്കിട്ട് വാ. ബാഗ് നിന്റെ കയ്യിരിക്കട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാം. ചുമ്മാ ചുറ്റി വിളയാടാമേ. ആദ്യടെ ഞാൻ പോയി ഒരു ടീ സാപ്പിട്ട് പറയാൻ. തലയിറങ്ങുന്നില്ലേ? അയ്യോ, എനിക്ക് വയ്യേ. അമ്മാ, അയ്യോ, അടിക്കരുത്. അവന്റെ കയ്യില്ല. ഒരു മിനിറ്റ്. എന്നാ ഇതല്ലേ വേണ്ടത്? ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കടാ. അയ്യോ, നിങ്ങൾ വേണമെങ്കിൽ രണ്ടിടി കൂടുതൽ ഇടിച്ചോ, എന്നാൽ എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. മോഷണ കലയിൽ വീഴ്ച വരുത്തിയ കുറ്റത്തിന് അവർ പിടിച്ചിട്ട് ഉരുട്ടും. പോലീസും ഞങ്ങളും തമ്മിൽ 50-50 ഡീലിങ്സാ. ആണോ? இவன் இந்த மாதிரி பல தடவை நம்ம எல்லார் காசும் திருடிட்டு போயிருக்கான். ஆனா இந்த தடவை விடக்கூடாது. இவனை பிடிச்சு விசாரணை பண்ணி ஆகணும் പഞ്ചായത്തിൽ നിർത്തി. അയ്യോ, എന്നെ വെറുതെ വിടണം. എനിക്ക് പോരാ പറഞ്ഞിരിക്കുന്ന ഒരു പെങ്ങളുണ്ട്. കാണാൻ കൊള്ളാവുന്നതാണെങ്കിൽ അവളെ ഞാൻ കെട്ടിക്കൊള്ളാടാ. നിന്റെ കരുനാക്കൊണ്ടൊന്നും പറയണ്ട. ഗുളികൻ എപ്പോഴാ വരുന്നതെന്ന് അറിഞ്ഞൂടാ, ബലിക്കും. അതെ, ഇവനൊരു ചാക്കി കെട്ടിയ വണ്ടിയിലോട്ടിട.
அந்த திருடன் தப்பிச்சோடுற அவனை விடக்கூடாது குடிங்கண்ணா. എടാ പൊട്ടാ കള്ളം ചാടി പോയിന്ന്. കള്ളച്ചാരം പിടിക്കണ ചെല്ല്. சின்னையா கண்ணையா முருகையா வாங்கடா, இவனை தூக்கி போடுறா. மீனுகள் அஸ்தானத்து கொத்தாத பாருங்க. മണ്ടന്മാര് ചാക്ക് മാറിപ്പോയത് അറിഞ്ഞിട്ടില്ല. മറ്റേ ചാക്കിൽ ആരായിരിക്കും? എവിടെ ആയിരുന്നടാ? ഇത്രയും നേരം നിന്നെ കാണാതായപ്പോ ഞങ്ങളാകെ പേടിച്ചു പോയി. ചന്തന്ന് പോരാൻ വൈകി. ദൈവം കാരണ. ഞാൻ കാരണമല്ല, എല്ലാം ഈ തെണ്ടി കാരണം. ഇതെന്താടാ ചാക്കിനകത്താരാ? കള്ളൻ. കള്ളനോ? അച്ഛ ചന്തയിൽ പോണവരെ കാശ് അടിച്ചോണ്ട് പോണ ഒരുത്തിനെ പറ്റി കേട്ടിട്ടില്ലേ? അവനാണ് ഇവൻ. ഇവനെ നമുക്ക് കട്ടപ്പഞ്ചായത്ത് വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലാം. എടാ ആദ്യം ആ ചാക്കഴിച്ച് അയാളെ പുറത്തിറക്കി വിട്. ചത്തുപോയ സമാധാനം പറയേണ്ടി വരും. ചത്തുപോയി കഴിഞ്ഞാ പിന്നെ അയാളോട് എങ്ങനെയാ സമാധാനം പറയുന്നത്? ഇതെന്തോന്ന് വെള്ളം കുടിച്ച് ചേർത്തോ? അയ്യോ തല മാറി. നമ്മുടെ അയ്യപ്പൻ നായരല്ലേ? എടാ പോവല്ലുണ്ട്. അച്ഛനെങ്ങനെ ഇയാളറിയാം? എടാ ഇയാൾ നമ്മുടെ തറവാട്ടിലെ പഴയ കാര്യസ്ഥനായിരുന്നു അയ്യപ്പൻ നായർ. അയ്യപ്പൻ നായർ ആരാ ചാക്കി കയറ്റിയത്? പുത്തേഴുത്തുകാരാ. പുത്തേഴുത്തുകാരൻ. രാജൻ കുഞ്ഞിന്റെ ഒളിച്ചോട്ടവും സരസ്വതിയുടെ ആത്മഹത്യയും നടന്ന അന്നു മുതൽ ഇന്നോളം കിഴക്കേടത്തുകാരും പുത്തേഴത്തുകാരും ബദ്ധശത്രുതയിലാണ്. മതിൽക്കെട്ടുകളില്ലാത്ത ഇരു വീടുകളുടെ മധ്യത്തിലായി മതില് വന്നു. കിഴക്കേടത്ത് പാടത്തേക്കുള്ള വെള്ളം പുത്തേഴത്തുകാര് അവരുടെ അതിർത്തിയിൽ വെച്ച് ബണ്ട് കെട്ടി അടച്ചു. കിഴക്കേടത്ത് ശബരി പോലീസും പുത്തേഴത്ത് ജയശങ്കർ വക്കീലുമായതോടെ ബണ്ടിന്റെ പേരിൽ പിന്നെ നിയമയുദ്ധങ്ങളായി. കോടതി വിധി അനുകൂലമായത് പുത്തേഴത്തുകാർക്ക്. അതോടെ കിഴക്കേടത്ത് ഭൂമി തരിശായി. അതൊക്കെ പോട്ടെ, ഇപ്പുറത്തെ പെൺകുട്ടിക്കൊരു ആലോചന വന്നാൽ അപ്പുറത്തുകാർ മുടക്കും തിരിച്ചും. ഇപ്പം തന്നെ രാജൻകുഞ്ഞിൻ്റെ പെങ്ങൾ സുമിത്രയുടെ മകൾക്കൊരാലോചന തെങ്കാശിന്ന. അതുമായി ബന്ധപ്പെട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് വന്നതാ ഞാൻ. അത് മണത്തറിഞ്ഞ പുത്തെഴുത്തുകാർ വഴിയിൽ വെച്ചെന്നെ ഇവനെ ചാക്കി കിട്ടിയ കനാലി തലയേക്ക് നിങ്ങൾ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് സത്യേനെ. അച്ഛനെന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ആ മനസ്സ് ഞാൻ പറയട്ടെ. അച്ഛൻ കാരണം പിരിഞ്ഞുപോയ ആ രണ്ട് കുടുംബങ്ങളും ഒന്നിക്കണം. എല്ലാവരും ഒരുമിച്ച് വീണ്ടും സ്നേഹത്തോടെ കഴിയണം, അല്ലേ? ഞാനൊന്ന് ശ്രമിച്ചാലോ അച്ഛ? നീയോ? എങ്ങനെ? അയ്യപ്പൻ നായർ പോകുമ്പോ ഞാനും കൂടെ പോവാം. എന്റെ പൊന്നുമോനെ, ഇനി ഞാനില്ല അങ്ങോട്ട്. എന്നെ കണ്ട അവർ തല്ലിക്കൊല്ലും. ഞാൻ ഈ രാജൻ കുഞ്ഞിൻ്റെ കൂടെ ഇവിടെ എങ്ങാനും നിന്നോളാം. എങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവാം. അവിടെ ചെന്നിട്ട് നീ ആരാണെന്ന് പറയും? അയ്യപ്പൻ നായർ പറഞ്ഞയച്ച പുതിയ കാര്യസ്ഥനാന്ന് പറയും. വിദ്യാഭ്യാസം കുറച്ച് കുറവാണെങ്കിലും കാർഷിക മേഖല എന്റെ കയ്യിൽ ഭദ്ര. എന്താ കുഞ്ഞെ, ഈ കുഞ്ഞിനെ പഠിപ്പിച്ചില്ലേ? അത് പണ്ട് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായപ്പോ ഈ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ ഇവന്റെ തലയിലായി. ഇപ്പൊ ഈ കാണുന്ന ശരീരവും ആരോഗ്യമൊക്കെ എന്റെ മോന്റെ പുണ്യ.